ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് സ്വാഗതം. ഞാൻ പിങ്കി. നമ്മളെല്ലാവരും വീട്ടിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഹാൻഡ് വാഷ് കൂടുതലും നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഹാൻഡ് വാഷ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പൈസയാവും. ഒരു ചെറിയ ബോട്ടിലിൽ ഒരു 70 രൂപയൊക്കെ മിനിമം ആവും. അപ്പം നമുക്ക് ഈ ഹാൻഡ് വാഷ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഹാൻഡ് വാഷ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് വെള്ളം വേണം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കൃഷ്ണ തുളസിയുടെ സോപ്പാണ് എടുത്തിരിക്കുന്നത്. മെഡിമിക്സോ ലക്സോ പിയേഴ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ സോപ്പ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഗ്ലിസറിൻ കിട്ടും. ഇനി ഈ സോപ്പ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രേറ്റർ വെച്ചിട്ട് ഈ സോപ്പ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളുണ്ടല്ലോ, അതിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് സോപ്പ് എടുക്കണം. ഇനി നമുക്ക് ഹാൻഡ് വാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് തീ ഓൺ ചെയ്യുക. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ചൂടായി തിളയ്ക്കുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് സോപ്പ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സോപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് ചാടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ എപ്പോഴും ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഈ സോപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സോപ്പൊക്കെ ആ വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേരും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഈ സോപ്പ് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട, മിക്സിക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ സോപ്പ് അടിച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങ ആ മിക്സിയുടെ ഉള്ളിൽ പിഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ തൊണ്ടും കൂടി അതിലേക്ക് ഇട്ട് ആ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് ആ മിക്സിക്ക് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല, നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗ്രേറ്റർ വെച്ച് അരിഞ്ഞെടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അതിലേക്ക് ആ സോപ്പിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഏതാണ്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഗ്ലിസറിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിലുള്ള സ്പൂണിൽ 2 സ്പൂൺ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം തണുക്കാനായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കൈ കഴുകാനായിട്ട്. അതല്ലെങ്കിൽ കുറച്ച് നേരം, അതായത് ഒരു 8 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അത്രയും നേരം നമ്മളിത് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയാവും. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.